കെമിസ്ട്രിയുടെ പുതിയൊരു ക്ലാസ് ഇവിടെ ആരംഭിക്കുകയാണ്. അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ +1 മോഡൽ എക്സാമിൻ്റെ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് നമ്മൾ ഡിസ്കസ് ചെയ്തായിരുന്നു. അപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ എല്ലാവരും കണ്ടു കാണും. അതിൽ നിന്ന് ഏകദേശം എല്ലാ ക്വസ്റ്റ്യനും ആ പോർഷനിൽ നിന്ന് തന്നെയായിരുന്നു. നമ്മൾ ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞ ക്വസ്റ്റ്യൻസ് കൂടുതൽ സ്പെസിഫൈ ചെയ്ത് ചോദിച്ചു. ഏകദേശം 80% കൂടുതൽ ക്വസ്റ്റ്യൻ അതിൽ നിന്ന് തന്നെയായിരുന്നു. എല്ലാവർക്കും നല്ല എളുപ്പമായിരുന്നു എക്സാം എന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ പല കുട്ടികളും അതിൽ ചില കാര്യങ്ങൾ നമ്മോട് ആവശ്യപ്പെട്ടിരുന്നു. അതായത് കുറച്ച് പോർഷൻസൊക്കെ അവർക്ക് ഡീറ്റെയിൽ ആയിട്ട് വേണം, കാരണം പരീക്ഷയ്ക്ക് വരുന്ന മോഡലിൽ കുറച്ച് ക്വസ്റ്റ്യൻസൊക്കെ വേണം എന്നുള്ളത് ആവശ്യപ്പെട്ടത് കാരണം നമ്മളിന്നിവിടെ ഹൈഡ്രോ കാർബൺ എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ മിക്കവർക്കും പാടായിട്ടുള്ള ഓർഗാനിക് കെമിസ്ട്രിയിലെ ഏറ്റവും നിങ്ങളുടെ പഠിക്കാനുള്ളതിൽ ഏറ്റവും അവസാനത്തെ ചാപ്റ്ററായ ഓർഗാനിക് കെമിസ്ട്രിയിലെ 2ാമത്തെ ചാപ്റ്ററായ ഹൈഡ്രോ കാർബൺസ് എന്ന് പറയുന്ന ചാപ്റ്ററിലെ പ്രധാനപ്പെട്ട പോർഷൻസ്, അല്ലെങ്കിൽ എങ്ങനെയാണ് ക്വസ്റ്റ്യൻ വരിക പരീക്ഷയ്ക്ക്. അതിൽ ഒരുപാട് നെയിം റിയാക്ഷൻസ് ഉണ്ട്, ഒത്തിരി കെമിക്കൽ റിയാക്ഷൻസ് ഉള്ള, ഏകദേശം 60 അടുപ്പിച്ച് കെമിക്കൽ റിയാക്ഷൻ ഉള്ള ചാപ്റ്ററാണ്. അപ്പോൾ അതിൽ നിന്ന് എങ്ങനെയാണ് ക്വസ്റ്റ്യൻ വരിക, ഏതൊക്കെ രീതിയിൽ ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാം, നെയിം റിയാക്ഷൻ ഡയറക്റ്റ് ആണോ ചോദിക്കുന്നത് എന്നൊക്കെയുള്ള കുറച്ച് സൊല്യൂഷൻസാണ് നമ്മളിന്നിവിടെ വർക്കൗട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ കുറച്ച് ക്വസ്റ്റ്യൻസ്, ഏകദേശം ഒരു 10ഓളം ക്വസ്റ്റ്യൻസ് നമ്മളിന്നിവിടെ ഡിസ്കസ് ചെയ്യും. ശരി, നമുക്ക് അതിലേക്ക് പോവാം, ക്വസ്റ്റ്യനിലേക്ക് പോവാം. നോക്കിക്കോ, അതിൽ 2 ക്വസ്റ്റ്യൻസ് ഞാനിപ്പോൾ ഇവിടെ എഴുതിയിട്ടുണ്ട്. ആദ്യത്തെ ക്വസ്റ്റ്യൻ, കൺവേർട്ട് ഫീനോൾ ടു ബെൻസീൻ. നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യനിലോട്ട് സ്പെസിഫൈ ചെയ്യാം. കൺവേർട്ട് ഫീനോൾ ടു ബെൻസീൻ. ഫീനോളിനെ ബെൻസീനായിട്ട് കൺവേർട്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ പഠിച്ചപ്പോൾ ഒരിക്കലും ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കണ്ടു കാണില്ല. കാരണം ഈ രീതിയിലായിരിക്കില്ല അതിൻ്റെ ഹെഡിങ് കിടക്കുക, അല്ലെങ്കിൽ ടെക്സ്റ്റിനകത്ത് അത് മെൻഷൻ ചെയ്തിരിക്കുക. വേറെ രീതിയിലായിരിക്കും നമ്മളിത് പഠിച്ചിട്ടുണ്ടാവുക. അപ്പോൾ ക്വസ്റ്റ്യൻ വരുമ്പോൾ നമ്മൾ എങ്ങനെ അതിനെ ഫേസ് ചെയ്യാം? അപ്പോൾ ഇതിൽ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ബെൻസീനായിട്ടാണ് കൺവേർട്ട് ചെയ്യുന്നത്. അപ്പോൾ ബെൻസീൻ ആവണമെങ്കിൽ അവസാനത്തെ സെക്ഷൻ നമ്മൾ അതിൽ ആൽക്കീൻ പഠിക്കും, ആൽക്കൈൻ പഠിക്കും, പിന്നെ അതുപോലെ ആരോമാറ്റിക് ആയിട്ടുള്ള ബെൻസീൻ പഠിക്കും. അപ്പോൾ കൺവേർട്ട് ഫീനോൾ ടു ബെൻസീൻ എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ വരുമ്പോൾ ബെൻസീനിലോട്ട് കൺവേർട്ട് ചെയ്യാം. അപ്പോൾ എന്തായാലും അത് അവസാനത്തെ സെക്ഷനിലുള്ളതായിരിക്കും. അത് നിങ്ങൾ ആദ്യം പിടിച്ചെടുക്കണം. പിന്നെ ഫീനോളിനെ എങ്ങനെ ബെൻസീനാക്കാം, ഫീനോളിൽ നിന്ന് എങ്ങനെ ബെൻസീൻ ഉണ്ടാക്കാം. അപ്പോൾ ബെൻസീൻ്റെ പ്രിപ്പറേഷനാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ അങ്ങനെയാണ് നിങ്ങളത് പിടിച്ചെടുക്കേണ്ടത്. ബെൻസീൻ തന്നെ പഠിക്കുമ്പോൾ നിങ്ങൾ അതിൻ്റെ മെത്തേഡ് ഓഫ് പ്രിപ്പറേഷൻസ് പഠിക്കും, ഫിസിക്കൽ പ്രോപ്പർട്ടീസ് പഠിക്കും, കെമിക്കൽ പ്രോപ്പർട്ടീസ് പഠിക്കും. കെമിക്കൽ പ്രോപ്പർട്ടീസിൽ തന്നെ അവസാനം ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻസ്, അങ്ങനെ ഒത്തിരി റിയാക്ഷൻസ് ഉണ്ട്. അപ്പോൾ അതിൽ നിന്ന് എങ്ങനെ നമുക്ക് ക്വസ്റ്റ്യനിലോട്ട് എത്താമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇതിൽ കൺവേർട്ട് ഫീനോൾ ടു ബെൻസീൻ, ബെൻസീൻ ഉണ്ടാക്കിയെടുക്കണം. അതായത് ബെൻസീൻ്റെ പ്രിപ്പറേഷനാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആരിൽ നിന്നാണ് ബെൻസീൻ ഉണ്ടാക്കിയെടുക്കേണ്ടത്? ഫീനോൾ. ഫീനോൾ നമുക്ക് വരയ്ക്കാം. ഫീനോൾ എന്ന് പറഞ്ഞാൽ ബെൻസീൻ വരയ്ക്കുക. ബെൻസീൻ്റെ മുകളിൽ ഉച്ച്, ഫീനോൾ, OH ഗ്രൂപ്പ്, ഫീനോൾ. അപ്പോൾ ഫീനോളിനെ എങ്ങനെ ബെൻസീനാക്കാം? അപ്പോൾ നമ്മൾ ആലോചിക്കണം, റിയാക്ഷൻസ് ഒന്ന് നമ്മൾ മൈൻഡിൽ കൊണ്ടുവരണം. ഫീനോളിൽ നിന്ന് എങ്ങനെ ബെൻസീനാക്കാം? റിയാക്ഷൻ ഇത് മറക്കരുത്. നമ്മൾ സിങ്ക് തരികൾ, സിങ്ക് ഡസ്റ്റ് അല്ലെങ്കിൽ സിങ്ക് പാർട്ടിക്കിൾസ് ഇട്ടതിന് ശേഷം നന്നായിട്ട് ഹീറ്റ് ചെയ്യുക. ഡെൽറ്റ കൊടുത്തു കഴിഞ്ഞാൽ ഹീറ്റിംഗ് എന്നാണ് അർത്ഥം. അപ്പോൾ സിങ്ക് ഉപയോഗിച്ചിട്ട് ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ എന്ത് കിട്ടും? നമുക്ക് ഡയറക്റ്റ് ബെൻസീൻ കിട്ടും. ഈ സിങ്കും ഓക്സിജനും ഇവിടെ സിങ്ക് ഓക്സൈഡ് പുറത്തു പോകും, ZNO. ബാക്കി ഹൈഡ്രജൻ ഇവിടെ ബോണ്ടിൽ അകത്തേക്ക് കയറും, ബെൻസീൻ കിട്ടും, ഫോർമേഷൻ, ബെൻസീൻ കിട്ടും. അപ്പോൾ ഇത്രയേ ഉള്ളൂ റിയാക്ഷൻ. അപ്പോൾ നമ്മൾ ക്വസ്റ്റ്യൻ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ പേടിക്കരുത്. പല രീതിയിൽ ക്വസ്റ്റ്യൻ ചോദിക്കാം. അല്ലെങ്കിൽ ഇതിൽ നമ്മളെ ഫീനോൾ തന്നിട്ട് ഇവിടെ സിങ്കിൻ്റെ അവിടെ ഒരു ഡാഷ് ഇടുന്നു, അത് കഴിഞ്ഞിട്ട് അപ്പുറത്ത് ബെൻസീൻ കാണുന്നു, ഇവിടെ ഒരു ഡാഷ് ഇടുന്നു. അപ്പോൾ 2 ഫില്ല് ചെയ്യാനായിരിക്കും ക്വസ്റ്റ്യൻ. ഏത് ക്വസ്റ്റ്യൻ വന്നാലും നമ്മളതിൽ മനസ്സിലാക്കി എടുക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ, ഇവിടെ ബെൻസീൻ വന്നു കഴിഞ്ഞാൽ അത് ആരോമാറ്റിക് സെക്ഷനുമായിട്ട് ബന്ധപ്പെട്ടതായിരിക്കും. ബെൻസീൻ റിങ് കണ്ടു കഴിഞ്ഞാൽ അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ക്വസ്റ്റ്യൻ അനുസരിച്ച് നമ്മൾ ആൻസർ എഴുതുക. അപ്പോൾ ഇങ്ങനെയാണ് ഈ ക്വസ്റ്റ്യൻ ആൻസർ എഴുതേണ്ടത്. എളുപ്പമുള്ളൊരു ക്വസ്റ്റ്യൻ. പക്ഷേ പ്രിപ്പയർ ബെൻസീൻ ഫ്രം ഫീനോൾ എന്നോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ചോദിച്ചിരുന്നത് നമ്മൾ അല്പം എളുപ്പത്തിൽ നമുക്ക് മനസ്സിലാവുന്നത്. പക്ഷേ ഇവിടെ കൺവേർട്ട് എന്നാണ് പറഞ്ഞത്. കൺവേർട്ട് എന്ന് പറഞ്ഞാലൊന്നും പേടിക്കേണ്ട, ഫീനോളിനെ ബെൻസീൻ ആക്കുക. അതായത് ഫീനോളിൽ നിന്ന് ബെൻസീൻ ഉണ്ടാക്കിയെടുക്കുക, ബെൻസീൻ നിർമ്മിച്ചെടുക്കുക. അതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, ഒന്നാമത്തെ ക്വസ്റ്റ്യൻ കഴിഞ്ഞു. രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഇവിടെ എഴുതിയിരിക്കുന്നത് ഡബിൾ ബോണ്ടുള്ള ഒരു കോമ്പൗണ്ടാണ്. ഡബിൾ ബോണ്ടുള്ള പ്രൊപ്പീൻ ആണ് ഇവിടെ എഴുതിയിരിക്കുന്നത്, പ്രൊപ്പീൻ. അടുത്ത് ഒരു ഹൈഡ്രജൻ ഹാലൈഡ് എഴുതിയിട്ടുണ്ട്. അപ്പോൾ പ്രൊപ്പീൻ വരുമ്പോൾ ആൽക്കീൻ. അപ്പോൾ ആൽക്കീൻസ് ആണ് ഈ സെക്ഷൻ. അപ്പോൾ ആൽക്കീനും അല്ല, ആൽക്കൈനും അല്ല, ആരോമാറ്റിക്കും അല്ല, ബെൻസീൻ, ആൽക്കീനാണ് സെക്ഷൻ. ആൽക്കീനിൽ നോക്കാം. ആൽക്കീനിൽ വരുമ്പോൾ ആൽക്കീൻ ഇവിടെ ലെഫ്റ്റ് സൈഡിലുണ്ട്. റിയാക്റ്റന്റിന്റെ കൂടെ ആൽക്കീൻ ഉണ്ടെങ്കിൽ നിങ്ങൾ ഓർത്തോണം, ആൽക്കീൻസിന്റെ കെമിക്കൽ റിയാക്ഷൻ ആണ്. അപ്പോൾ നമ്മൾ അങ്ങനെയാണ് സോർട്ട് ചെയ്ത് നമ്മൾ പഠിച്ച പോർഷനിലേക്ക് വരേണ്ടത്. അപ്പോൾ ആൽക്കീൻസിന്റെ കെമിക്കൽ റിയാക്ഷൻ ആണ് ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പോൾ ആൽക്കീൻസിന്റെ കെമിക്കൽ റിയാക്ഷനിൽ തന്നെ
പ്രൊപ്പീൻ വരുമ്പോൾ ഹൈഡ്രജൻ ഹാലൈഡ് ആഡ് ചെയ്യുക. ഹൈഡ്രജൻ ഹാലൈഡ് ആഡ് ചെയ്യുമ്പോൾ നിങ്ങൾ എപ്പോഴും മനസ്സിൽ വരേണ്ടതാണ് മാർക്കോണിക്കോസ് റൂൾ. ഓർത്തോണം, മാർക്കോണിക്കോസ് റൂൾ എപ്പോഴും ഓർത്തോണം, മാർക്കോണിക്കോസ് റൂൾ. ഇവിടെ മാർക്കോണിക്കോസ് റൂൾ എന്നൊന്നും പറഞ്ഞിട്ടില്ല, ക്വസ്റ്റ്യനിൽ യാതൊരു വിധമായ മെൻഷനിങ് നടത്തിയിട്ടില്ല. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നിട്ട് അത് മാർക്കോണിക്കോസ് റൂൾ ആയിരിക്കും എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയെടുക്കണം. അവിടെയാണ് നമ്മുടെ വിജയം എന്ന് പറയുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്, ഇവിടെ ആൽക്കീൻ ആണ്. ആൽക്കീൻ നോക്കുമ്പോൾ മാർക്കോണിക്കോസ് റൂളിലെ പോയിന്റിൽ ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ട് അൺസിമെട്രിക്കൽ ആൽക്കീൻ. അൺസിമെട്രിക്കൽ ആയിട്ടുള്ള ആൽക്കീനാണ്. ഡബിൾ ബോണ്ടിന് അപ്പുറം ഇപ്പുറം കാർബണിന്റെ എണ്ണം വ്യത്യാസമുണ്ട്. അൺസിമെട്രിക് ആയിട്ടുള്ള ആൽക്കീനാണ്, അൺസിമെട്രിക് ആയിട്ടുള്ള റിയേജന്റ് ആണ്, പ്ലസും മൈനസും ഉള്ള റിയേജന്റ് ആണ്. അപ്പൊ ഇങ്ങനെയുള്ള ഒരു റിയേജന്റ് ആൽക്കീന്റെ കൂടെ പ്രവർത്തിക്കുന്നു. അതിൽ വരുന്ന റൂള് മാർക്കോണിക്കോസ് റൂൾ. മാർക്കോണിക്കോസ് റൂൾ വരുമ്പോൾ നമുക്കറിയാം, ഇതിൽ നെഗറ്റീവ് റിയേജന്റ് വിൽ അറ്റാച്ച് ദ കാർബൺ കണ്ടെയ്ൻ ലീസ്റ്റ് നമ്പർ ഓഫ് ഹൈഡ്രജൻ അല്ലെങ്കിൽ ലെസർ നമ്പർ ഓഫ് ഹൈഡ്രജൻ. ഹൈഡ്രജൻ കുറവുള്ളിടത്ത് നെഗറ്റീവ് പാർട്ട് അറ്റാച്ച് ചെയ്യും. അതായത് Br മൈനസ് എന്ന് പറയുന്ന പാർട്ട് CHന്റെ കൂടെ അറ്റാച്ച് ചെയ്യും. അപ്പൊ എങ്ങനെ വരും? CH3 CH താഴെ Br CH, ബാക്കി ഹൈഡ്രജൻ എവിടെ പോവും? അടുത്ത കാർബണിലേക്ക് പോകും. അപ്പോൾ സിംഗിൾ ബോണ്ടായിട്ട് മാറും CH3. CH2വിൻ്റെ കൂടെ ഒരു ഹൈഡ്രജൻ കൂടെ കയറുമ്പോൾ CH3 ആവും. അപ്പോൾ ഇതാണ് നമ്മുടെ മേജർ പ്രോഡക്റ്റ് എന്ന് പറയുന്നത്. ഇതാണ് മേജർ പ്രോഡക്റ്റ്. മേജർ പ്രോഡക്റ്റ് ഇതാണ്. അതായത് ഏകദേശം 90% ഈ പ്രോഡക്റ്റ് ആയിരിക്കും മേജർ പ്രോഡക്റ്റ്. ഇനി മറ്റൊരു സാധ്യത കൂടെയുണ്ട്. ഈ നെഗറ്റീവ് പാർട്ട് ഗ്രേറ്റർ നമ്പർ ഓഫ് കാർബണിൻ്റെ കൂടെ ചേരാൻ വേണ്ടി അതുകൂടെ വേണമെങ്കിൽ നമുക്ക് എഴുതി വെക്കാം. പ്ലസ് ഇട്ടിട്ട് രണ്ടാമത്തെ പ്രോഡക്റ്റ് ആയിട്ട് CH3 CH2 CH Br. അപ്പോൾ ഇതാണ് നമ്മുടെ മാർക്കോണിക്കോസ് റൂൾ എന്ന് പറയുന്നത്. ഓർത്തോളം, മാർക്കോണിക്കോസ് റൂൾ എന്ന് പറഞ്ഞാൽ when an unsymmetric reagent is added to an unsymmetric alkene, the negative part of the reagent will attach to the carbon contain lesser number of hydrogen atom. ഏറ്റവും കുറവ് ഹൈഡ്രജൻ ഉള്ള കാർബൺ ആറ്റത്തിന്റെ കൂടെ ആയിരിക്കും നമ്മുടെ നെഗറ്റീവ് പാർട്ട്, റിയേജന്റ് നെഗറ്റീവ് പാർട്ട് Br മൈനസ് വന്ന് അറ്റാച്ച് ചെയ്യുക. ഇനി ഇത് പഠിക്കുമ്പോൾ അടുത്ത ഇതിന്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള കാര്യം കൂടെ നിങ്ങൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ അതുകൂടെ ഞാൻ പറയാം. ഇതേ റിയാക്ഷൻ തന്നെ എഴുതുന്നു. CH3 CH ഡബിൾ ബോണ്ട് CH2 അൺസിമെട്രിക് ആയിട്ടുള്ള ആൽക്കീൻ എടുക്കുന്നു, അതിന്റെ കൂടെ അൺസിമെട്രിക് റിയേജന്റ് ആഡ് ചെയ്യുന്നു. അതിനുശേഷം നമ്മളൊരു ഓർഗാനോ പെറോക്സൈഡ് റിയേജന്റ് നമ്മുടെ കാറ്റലിസ്റ്റ് ആയിട്ട് ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന പ്രോഡക്റ്റ് നേരെ തിരിഞ്ഞു വരും. നേരെ തിരിഞ്ഞു വരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നെഗറ്റീവ് പാർട്ട് കൂടുതൽ കാർബൺ ഉള്ള കോമ്പൗണ്ടിനോട് അറ്റാച്ച് ചെയ്യും. അതായത് CH3 CH2 Br. പ്രോഡക്റ്റ് നേരെ തിരിയും. ഇതായിരിക്കും മേജർ പ്രോഡക്റ്റ്. 90% ഈ പ്രോഡക്റ്റ് കിട്ടും. അപ്പോൾ ഇത് ഒരു കാറ്റലിസ്റ്റ് ചേർത്തപ്പോൾ പ്രോഡക്റ്റ് നേരെ തിരിഞ്ഞു. അതുകൊണ്ട് ഇതിനെ നമ്മൾ പറയും ആന്റി മാർക്കോണിക്കോസ് റൂൾ. അപ്പോൾ ഇതൊരു പെറോക്സൈഡ് ചേർത്തപ്പോഴാണ് ഈ എഫക്റ്റ് ഉണ്ടായത്. അതുകൊണ്ട് നമ്മൾ ഇതിനെ എന്തെന്ന് പറയും? പെറോക്സൈഡ് എഫക്റ്റ് എന്നും പറയും. പെറോക്സൈഡ് എഫക്റ്റ്, കറാഷ് എഫക്റ്റ്, അങ്ങനെ രണ്ട് പേരൂടെ ഉണ്ട്. ആ പേരൂടെ ഓർത്തിരിക്കുക. അപ്പോൾ ഞാൻ ഈ റിയാക്ഷൻ പറഞ്ഞപ്പോൾ ഇതൂടെ പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ റിയാക്ഷൻ്റെ സ്റ്റാർട്ടിങ് നിങ്ങൾ ശ്രദ്ധിക്കണം. ഇതിൽ ഒരിക്കലും ഞാൻ മാർക്കോണിക്കോസ് റൂൾ എന്ന് പറഞ്ഞല്ല ക്വസ്റ്റ്യൻ ചോദിച്ച് സിമ്പിളായിട്ടൊരു റിയാക്ഷനാണ് തന്നിട്ട് ബാക്കി എഴുതാനാണ് നിങ്ങൾ ക്വസ്റ്റ്യൻ വന്നത്. അപ്പോൾ നിങ്ങൾ ഇത് മാർക്കോണിക്കോസ് റൂൾ ആണെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കി എടുക്കണം. അപ്പോൾ ഇത് നിങ്ങൾ എഴുതി വർക്കൗട്ട് ചെയ്തതിനെ പഠിക്കണം. പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഒക്കെ എടുത്ത് നോക്കിയാൽ ഈ ക്വസ്റ്റ്യൻ കാണും. നിങ്ങളുടെ ഇപ്പോഴത്തെ കഴിഞ്ഞ മോഡൽ എക്സാമിനും ഇതേ സെയിം ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് വളരെ പ്രധാനപ്പെട്ട പോർഷനാണ്. മോഡൽ എക്സാമിനുണ്ട് എന്ന് വിചാരിച്ച് നിങ്ങൾ പഠിക്കാതിരിക്കരുത്. മോഡൽ എക്സാമിന് ചോദിച്ച ഏകദേശം ക്വസ്റ്റ്യൻസ് പബ്ലിക് എക്സാമിന് ചോദിച്ചിട്ടുണ്ട് മുൻ വർഷങ്ങളിൽ. അതുകൊണ്ട് ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോർഷനാണ്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻസിലേക്ക് പോകാം. ശരി, മൂന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. CH3 CH2OH ഊച്ച് ഗ്രൂപ്പ് വന്നു കഴിഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇത് ആൽക്കഹോളാണ്. ഇറ്റ് ഈസ് എൻ ആൽക്കഹോൾ. ബാക്കി നമുക്കൊന്നും അറിയത്തില്ല. അതാ ഇവിടെ എന്തോ A എന്ന് പറഞ്ഞ് മെൻഷൻ ചെയ്തിട്ടുണ്ട്, B, ഇതെല്ലാം നമ്മൾ ഐഡന്റിഫൈ ചെയ്ത് എഴുതണം. അതിനെ ഹീറ്റ് ചെയ്യുന്നതായിട്ട് കാണിച്ചിട്ടുണ്ട്. നമ്മൾ ക്വസ്റ്റ്യൻ നന്നായിട്ട് നോക്കുക. ഹീറ്റ് ചെയ്യുന്നതാണ് കാണിച്ചിട്ടുണ്ട്. പ്രോഡക്റ്റിന്റെ സൈഡിൽ ഒരു വാട്ടർ ഉണ്ട്. ഇതാണ് നമ്മുടെ ആകെ തന്നിരിക്കുന്ന ഹിന്റ്. അപ്പോൾ ഇറ്റ് ഈസ് എ ഡീഹൈഡ്രേഷൻ റിയാക്ഷൻ. ഓർക്കണം, ഡീഹൈഡ്രേഷൻ എന്ന് പറഞ്ഞാൽ വാട്ടർ എലിമിനേറ്റ് ചെയ്യുന്ന റിയാക്ഷൻ. അപ്പോൾ ഇതൊരു വാട്ടർ മാത്രമാണ് ബൈ പ്രോഡക്റ്റ് ആയിട്ട് എലിമിനേറ്റ് ചെയ്യുന്നത്, മറ്റത് മെയിൻ പ്രോഡക്റ്റ് ആണ്. അപ്പോൾ വാട്ടർ എലിമിനേറ്റ് ചെയ്യുന്ന റിയാക്ഷനാണ്. ഇറ്റ് ഈസ് എ ഡീഹൈഡ്രേഷൻ റിയാക്ഷൻ. അപ്പോൾ ഡീഹൈഡ്രേഷൻ റിയാക്ഷനിൽ ആഡ് ചെയ്യുന്ന സംഭവം ഇവിടെ ആൽക്കഹോൾ ആയിക്കോട്ടെ എന്തോ ആയിക്കോട്ടെ, ഡീഹൈഡ്രേറ്റിംഗ് ഏജന്റ് ആയിട്ടുള്ള സംഭവം കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡ് ആണ്. നമ്മൾ പഠിച്ചിട്ടുള്ളതും അത് തന്നെയാണ്. നമുക്ക് പഠിക്കാൻ അതേ ഉള്ളൂ. നമ്മളൊരു ഡീഹൈഡ്രേറ്റിംഗ് ഏജന്റിനെ കുറിച്ച് നമ്മൾ ഈ ഹൈഡ്രോ കാർബൺസിനകത്ത് പഠിക്കുന്നുള്ളൂ. ഇറ്റ് ഈസ് കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡ്. അപ്പോൾ A നമുക്ക് കിട്ടിക്കഴിഞ്ഞു, കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡ് ആണ്. കോൺസെൻട്രേറ്റഡ് H2SO4. കാരണം ഇതിൽ നമുക്ക് ആൽക്കൈനാണോ ആൽക്കൈനാണോ ആരോമാറ്റിക് കോമ്പൗണ്ട് ആണോ എന്ന് മെൻഷൻ ചെയ്യാനുള്ള ഹിന്റ് ഒന്നുമില്ല. ആകെ നമ്മൾ കണ്ടൊരു ഹിന്റ് വെച്ചിട്ടാണ് നമ്മൾ എഴുതിയത്. ഇറ്റ് ഈസ് എ ഡീഹൈഡ്രേഷൻ റിയാക്ഷൻ.
അപ്പോൾ കോൺസെൻട്രേറ്റ് സൾഫ്യൂരിക് ആസിഡ് ആഡ് ചെയ്യുന്നു. എന്ത് നടക്കുന്നു? ഡീഹൈഡ്രേഷൻ. ഡീഹൈഡ്രേഷൻ നടക്കണമെങ്കിൽ വാട്ടർ എലിമിനേറ്റ് ചെയ്യണം. ഇവിടെ നിന്ന് OH മൈനസ് ഊച്ച്, പിന്നെ അതുപോലെ തന്നെ ഇവിടെ ഹൈഡ്രജൻ ഫസ്റ്റ് കാർബൺ ഉണ്ട്, അതിന് തൊട്ട് മുമ്പുള്ള കാർബൺ ഉണ്ട്, അതിനും മുമ്പുള്ള കാർബണിൽ നിന്നാണ് ഹൈഡ്രജൻ എലിമിനേറ്റ് ചെയ്യുന്നത്. ഓർത്തോണം, ഇത് വേറൊരു ക്വസ്റ്റ്യൻ കൂടെയാണ്. അതുകൂടെ ഞാൻ ഇതിൻ്റെ ഇടയിൽ പറയാം. കാരണം ഒരു ഫങ്ഷണൽ ഗ്രൂപ്പ് വരുമ്പോൾ അതിന് തൊട്ട് മുന്നേ ഉള്ള കാർബണിനെ പറയുന്നവർ ആൽഫ കാർബൺ എന്നാണ്. ആൽഫ കാർബൺ. അതിനും തൊട്ട് മുന്നേ ഉള്ള കാർബണിനെ പറയുന്നവർ ബീറ്റ കാർബൺ എന്നാണ്. അപ്പോൾ ബീറ്റ കാർബണിൽ നിന്നാണ് ഒരു ഹൈഡ്രജൻ ഇവിടെ എലിമിനേറ്റ് ചെയ്തത്. Therefore, it is an example of beta elimination reaction. ബീറ്റ എലിമിനേഷൻ റിയാക്ഷൻ, അങ്ങനെയും ക്വസ്റ്റ്യൻ വരാം. അപ്പോൾ ബീറ്റ എലിമിനേഷൻ റിയാക്ഷൻ എന്താണെന്ന് ചോദിക്കാം. ബീറ്റ എലിമിനേഷൻ റിയാക്ഷൻ എക്സാമ്പിൾ എഴുതാൻ ചോദിക്കാം. അത് രണ്ട് ചോദിച്ചാലും അതിനെല്ലാം ഉത്തരം ഇതാണ്. അപ്പോൾ ഒരേ ക്വസ്റ്റ്യനിൽ തന്നെ 3 ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരവുണ്ട്. ഡീഹൈഡ്രേഷൻ റിയാക്ഷൻ ആണ്, പിന്നെ അതുപോലെ തന്നെ ബീറ്റ എലിമിനേഷൻ റിയാക്ഷൻ ആണ്. ഇതെല്ലാം ഒരേ ക്വസ്റ്റ്യൻ്റെ തന്നെയാണ് ഉത്തരം. അപ്പോൾ ഇവിടെ നിന്ന് OH ഇവിടെ നിന്ന് ഹൈഡ്രജൻ പോയി കഴിഞ്ഞാൽ ഇവിടെ CH2 ആവും, ഇവിടെയും CH2 ആവും. രണ്ടിടത്തു നിന്ന് ഓരോന്ന് എലിമിനേറ്റ് ചെയ്യുമ്പോൾ ഡബിൾ ബോണ്ട് വരും. അപ്പോൾ ബിയുടെ ഉത്തരം എന്ന് പറയുന്നത് CH2 ഡബിൾ ബോണ്ട് CH2. ഇറ്റ് ഈസ് എൻ ആൽക്കീൻ. ഈതീൻ കിട്ടി, ഈതീൻ. അപ്പോൾ ഇത് ആൽക്കീൻ്റെ പ്രിപ്പറേഷനുമാണ്. ഈതീൻ്റെ പ്രിപ്പറേഷൻ. ഒരിക്കലും നമുക്ക് ഈതീൻ്റെ പ്രിപ്പറേഷൻ ആണെന്ന് ആദ്യം തോന്നിയില്ല. ആദ്യം നമ്മൾ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന ഹിൻറ്റ് വെച്ചാണ് നമ്മൾ റിയാക്ഷൻ എഴുതിയപ്പോൾ കിട്ടി. ഇപ്പോൾ ക്വസ്റ്റ്യൻ കാണുമ്പോൾ നമ്മൾ പഠിച്ചിട്ടില്ലാത്തതാണ് അല്ലെങ്കിൽ പാടുള്ളതാണെന്ന് ചിന്തിക്കുന്നതാണ് കുഴപ്പം. നമ്മൾ ആലോചിക്കുക, ആൽക്കഹോളിൽ നിന്ന് വാട്ടർ എലിമിനേറ്റ് ചെയ്യുന്നത് എങ്ങനെ എന്ന് ആലോചിക്കുക. ഡീഹൈഡ്രേഷൻ ആണ് അവിടെ നടക്കുന്ന റിയാക്ഷൻ. പാടിയത് കിട്ടി. ഇതാണ് ഇതിന്റെ സൊല്യൂഷൻ. ഇതും പ്രീവിയസ്ലി ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഈ മോഡലിൽ ചോദിച്ചാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് എഴുതാൻ പറ്റണം. നമുക്കടുത്ത 4ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. 3ാമത്തെ ക്വസ്റ്റ്യൻ നമുക്ക് മനസ്സിലായി കഴിഞ്ഞു. 4ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. 4ാമത്തെ ക്വസ്റ്റ്യനും ഏകദേശം ആദ്യത്തെ പോർഷനുമായിട്ട് സെയിം ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. കാരണം എന്താണെന്ന് വെച്ചാൽ 3ാമത്തെ ക്വസ്റ്റ്യനുമായിട്ട് സെയിം ആണ്. ഇവിടെ കിട്ടിയിരിക്കുന്ന പ്രോഡക്റ്റ് നമുക്ക് നേരത്തെ കിട്ടിയ പോലെ ഈതീനാണ്. അത് നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട്. ഈതീനാണ് തന്നിട്ടുണ്ട്. പക്ഷേ ഇവിടെ പ്രോഡക്റ്റിൽ ചെറിയൊരു വ്യത്യാസമുണ്ട്. വാട്ടറിനോടൊപ്പം വേറെ ഏതോ ഒരു ബൈ പ്രോഡക്റ്റ് കൂടെ എലിമിനേറ്റ് ആവുന്നുണ്ട്. ബി എന്ന് പറയുന്ന ഒരു ബൈ പ്രോഡക്റ്റ് കൂടെ എലിമിനേറ്റ് ആവും. അപ്പോൾ നേരത്തെ വാട്ടർ മാത്രമായിരുന്നു. അപ്പോൾ നമ്മൾ നേരത്തെ ഡീഹൈഡ്രേഷൻ റിയാക്ഷൻ നമ്മൾ മെൻഷൻ ചെയ്ത് നേരത്തെ പറഞ്ഞു. പക്ഷേ ഇവിടെ അങ്ങനെ അല്ല. ഇവിടെ വ്യത്യാസമുണ്ട്. ഇവിടെ വാട്ടറിനോടൊപ്പം വേറെ ഏതോ ഒരു ബൈ പ്രോഡക്റ്റ് കൂടെ വരുന്നുണ്ട്. അപ്പോൾ ഇത് ഡീഹൈഡ്രേഷൻ റിയാക്ഷൻ മാത്രമല്ല. അപ്പോൾ നോക്കണം, നമുക്കിവിടെ തന്നിരിക്കുന്ന നമ്മൾ എടുത്തിരിക്കുന്ന റിയാക്റ്റൻ്റ് ഏതാണെന്ന് നോക്കണം. അത് ഹാലോ ആൽക്കീനാണ്. ഏതാണ്? ഹാലോ ആൽക്കീനാണ് നമ്മളിവിടെ എടുത്തിരിക്കുന്നത്. CH3 CH2 Br. ഇവിടെ നിന്ന് ഹാലജൻ കൂടി എലിമിനേറ്റ് ചെയ്യണം. അപ്പൊ ഹാലജനും വാട്ടറും ഒരുമിച്ച് എലിമിനേറ്റ് ചെയ്യണം. ഇറ്റ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് ഡീഹൈഡ്രോ ഹാലജനേഷൻ. ഇത് ഡീഹൈഡ്രോ ഹാലജനേഷൻ റിയാക്ഷൻ ആണ്. ഹാലജനെയും വാട്ടറിനെയും ഒരുമിച്ച് എലിമിനേറ്റ് ചെയ്യുന്ന റിയേജന്റ് ഓർത്ത് വെച്ചോണം. ആൽക്കഹോളിക് പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ്. നമ്മൾ പോർഷൻ ഇത് ഓർക്കാൻ എളുപ്പമാണ്. ആൽക്കീനാണ് അവിടെ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ആൽക്കീൻ്റെ പ്രിപ്പറേഷനാണ്. അവിടെ നിന്ന് നമുക്ക് അങ്ങനെയും ആലോചിച്ചെടുക്കാം. പക്ഷേ നിങ്ങൾ ഓർത്ത് വെച്ചിരിക്കുക, ഹാലജനെയും അതുപോലെ തന്നെ വാട്ടറിനെ ഒരുമിച്ച് എലിമിനേറ്റ് ചെയ്യാൻ പറ്റുന്ന റിയേജന്റ് ഏതെന്ന് വെച്ചാൽ ആൽക്കഹോളിക് പൊട്ടാസ്യം. ഇവിടെ ആൽക്കഹോളിക് എന്നുള്ളത് പ്രത്യേകം മെൻഷൻ ചെയ്തിരിക്കണം. കാരണം ഇവിടെ അക്വസ് KOH ആണ് എടുക്കുന്നതെങ്കിൽ ഇവിടെ സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ ആയിരിക്കും നടക്കുക. അതുകൊണ്ട് ആൽക്കഹോളിക് KOH തന്നെ എടുക്കുക. അപ്പോൾ ഇവിടെ കെയും ഈ Br-ഉം കൂടെ പൊട്ടാസ്യം ബ്രോമൈഡ്, അതാണ് നമ്മൾ ഇവിടുത്തെ ബി ആയിട്ട് വരുന്ന ബൈ പ്രോഡക്റ്റ്. ഇവിടെ KBr ആണ്. KBr കിട്ടും. ബാക്കി OH-ഉം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നേരത്തെ പറഞ്ഞ അതേ ഒരു എക്സാമ്പിൾ ഇവിടെയും വരും. കാരണം ഇവിടെ നിന്ന് നമ്മുടെ CH3 ആദ്യം സ്റ്റാർട്ടിങ്ങിലുള്ള ബീറ്റാ കാർബണിൽ നിന്നാണ് ഇവിടെ ഹൈഡ്രജൻ എലിമിനേറ്റ് ചെയ്യുന്നത്. ഹൈഡ്രജനും നമ്മുടെ OH-ഉം കൂടെ വാട്ടറായിട്ട് ഇവിടെ എലിമിനേറ്റ് ചെയ്യുന്നത്. അതായത് ഫങ്ഷണൽ ഗ്രൂപ്പ് ഇവിടെ Br കിടപ്പുണ്ട്. അതിന് തൊട്ട് മുമ്പത്തെ കാർബൺ ബീറ്റാ കാർബൺ, തൊട്ട് മുമ്പത്തെ കാർബൺ ആൽഫ കാർബൺ, അതിനെ തൊട്ട് മുമ്പുള്ള കാർബണായ ബീറ്റാ കാർബണിൽ നിന്നാണ് ഇവിടെ ഹൈഡ്രജൻ എലിമിനേറ്റ് ചെയ്തത്. അതുകൊണ്ട് ഇറ്റ് ഈസ് ആൾസോ ആൻ എക്സാമ്പിൾ ഓഫ് ബീറ്റ എലിമിനേഷൻ റിയാക്ഷൻ. അപ്പോൾ ഇതാണ് 2ാമത്തെ ക്വസ്റ്റ്യൻ. 2ാമത്തെ ക്വസ്റ്റ്യനിൽ ഓർക്കുക, ഹാലജനെയും വാട്ടറിനെയും ഒരുമിച്ച് എലിമിനേറ്റ് ചെയ്യുന്ന നമ്മുടെ റിയേജന്റ് എന്ന് പറയുന്നത് ആൽക്കഹോളിക് പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് ആണ്. അപ്പോൾ ഈ 2 ക്വസ്റ്റ്യനും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പല തവണ ചോദിച്ചിട്ടുള്ളതാണ്. പക്ഷേ രണ്ടും ഏകദേശം സാമ്യമുള്ളതാണ്, മാറിപ്പോകരുത്. ഓക്കെ, ഇനി നമുക്ക് 5ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. 5ാമത്തെ ക്വസ്റ്റ്യൻ വീണ്ടും ആരോമാറ്റിക്കുമായിട്ട് ബന്ധപ്പെട്ടതാണ്. കൺവേർട്ട് ബെൻസീൻ ടു ടൊളുവിൻ. ബെൻസീനെ ടൊളുവിനായിട്ട് കൺവേർട്ട് ചെയ്യുക. അപ്പോൾ നമ്മൾ ഓർക്കുക, ബെൻസീൻ വരച്ചു. ഇതിനെ നമ്മൾ ടൊളുവിനാക്കണമെങ്കിൽ നമ്മൾ ആഡ് ചെയ്യേണ്ടത് ടൊളുവിൻ എന്ന് പറഞ്ഞാൽ ബെൻസീൻ്റെ മുകളിൽ CH3 ഗ്രൂപ്പ് വരണം. മീഥൈൽ ഗ്രൂപ്പ് വരണം. അപ്പം അങ്ങനെ വരുന്ന റിയാക്ഷൻ എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ബെൻസീൻ്റെ കെമിക്കൽ റിയാക്ഷനിലായിരിക്കും. ബെൻസീൻ്റെ പ്രിപ്പറേഷൻ ആകുമ്പോൾ ബെൻസീനല്ലേ പ്രോഡക്റ്റ് ആയിട്ട് വരും. അപ്പോൾ ഇവിടെ ബെൻസീനെ ടൊളുവിനാക്കി മാറ്റണമെങ്കിൽ ബെൻസീൻ്റെ കെമിക്കൽ റിയാക്ഷൻ ആയിരിക്കും.
ബെൻസീൻ്റെ കെമിക്കൽ റിയാക്ഷനിൽ പ്രധാനമായിട്ടുള്ളത് ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻസ് ആണ്. അപ്പോൾ അത് ഓർക്കുക, ഇലക്ട്രോഫിലിക്. ഹാലോജനേഷനിൽ കിട്ടുന്നത് ക്ലോറോ ബെൻസീൻ അല്ലെങ്കിൽ ബ്രോമോ ബെൻസീൻ ആയിരിക്കും. നൈട്രേഷനിൽ കിട്ടുന്നത് നൈട്രോ ബെൻസീൻ ആയിരിക്കും. അടുത്ത മൂന്നാമത്തത് സൾഫോണേഷനിൽ കിട്ടുന്നത് ബെൻസീൻ സൾഫോണിക് ആസിഡ് ആയിരിക്കും. ഇനി അടുത്ത ഏറ്റവും അവസാനത്തെ ഫ്രിഡൽ ക്രാഫ്റ്റ് റിയാക്ഷൻസ് ഉണ്ട്. ഫ്രിഡൽ ക്രാഫ്റ്റിൽ 2 ടൈപ്പ് ഉണ്ട്, ആൽക്കൈലേഷനും ഉണ്ട്, അസൈലേഷനും ഉണ്ട്. അതിൽ ആൽക്കൈലേഷൻ ഓർക്കുക, ഹാലോ ആൽക്കൈനാണ് ആഡ് ചെയ്യുമ്പോൾ CH3Cl എന്ന CH3 മീഥൈൽ ഗ്രൂപ്പ് ബെൻസീൻ്റെ മുകളിൽ കയറും. അപ്പോൾ അവിടെ കിട്ടുന്നതാണ് ടൊളുവിൻ, CH3Cl. ഇപ്പോൾ ആൽക്കൈലേഷനും അസൈലേഷനും ചെയ്യുമ്പോൾ നമ്മൾ ഓർത്തോളം വളരെ പ്രധാനമാണ്. അവിടെ ഉണ്ടാകുന്ന കാറ്റലിസ്റ്റ് അൺഹൈഡ്രസ് AlCl3 ഇത് എഴുതണം, നിർബന്ധം, ഇല്ലെങ്കിൽ മാർക്ക് കിട്ടില്ല. ഇതൊരു 1 വേർഡ് ക്വസ്റ്റ്യൻ കൂടിയാണ്. ഫ്രിഡൽ ക്രാഫ്റ്റ് റിയാക്ഷനിലെ കാറ്റലിസ്റ്റ് ആയിട്ട് ഉപയോഗിക്കുന്ന അൺഹൈഡ്രസ് AlCl3. ഇപ്പോൾ CH3 ഫങ്ഷണൽ ഗ്രൂപ്പ് നമ്മുടെ ബെൻസീൻ്റെ മുകളിലേക്ക് കയറുന്നു, ടൊളുവിനായിട്ട് മാറുന്നു. ബെൻസീൻ്റെ മുകളിൽ CH3, ബാക്കി നമ്മുടെ ഇവിടെ HCl, ബാക്കി ബൈ പ്രോഡക്റ്റ് ആയിട്ട് കിട്ടും. അപ്പോൾ ഇതാണ് കൺവേർട്ട് ബെൻസീൻ ടു ടൊളുവിൻ എന്ന് പറയുന്നത്, ബെൻസീൻ ടു ടൊളുവിൻ. ഇപ്പോൾ ഈ റിയാക്ഷൻ ഓർത്ത് വെച്ചിരിക്കുക. ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻസ് എല്ലാം പഠിക്കുക. കൺവേർട്ട് ബെൻസീൻ ടു ഹാലോ ബെൻസീൻ, കൺവേർട്ട് ബെൻസീൻ ടു നൈട്രോ ബെൻസീൻ, കൺവേർട്ട് ബെൻസീൻ ടു അതുപോലെ തന്നെ ബെൻസീൻ സൾഫോണിക് ആസിഡ് എന്ന് ചോദിച്ചാൽ നമുക്ക് എഴുതാൻ പറ്റണം. ഇനി ഇതേപോലെ തന്നെ ഇതിൽ വേറെയും റിയാക്ഷൻ ഉണ്ട്. എക്സസ് ആയിട്ടുള്ള ക്ലോറിൻ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ഹെക്സാ ക്ലോറോ ബെൻസീൻ എന്ന് പറയുന്ന ഒരു പ്രോഡക്റ്റ് കിട്ടുന്നുണ്ട്. അഡിഷൻ ചെയ്യുമ്പോൾ അത് നിങ്ങൾ ഓർക്കണം. ഒരു കാര്യം പഠിക്കുമ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ ക്വസ്റ്റിനും പഠിച്ചിട്ട് പോകാം കേട്ടോ. കാരണം ബെൻസീൻ്റെ വീണ്ടും ഉണ്ട് അഡിഷൻ റിയാക്ഷൻ ഉണ്ട്. ഹൈഡ്രജൻ ആഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്കറിയാം സൈക്ലോഹെക്സൈൻ കിട്ടും. ക്ലോറിൻ ആഡ് ചെയ്യുമ്പോൾ അഡിഷനാണ്, അവിടെ അഡിഷനാണ്, സബ്സ്റ്റിറ്റ്യൂഷൻ അല്ല, അഡിഷൻ. ക്ലോറിൻ മാത്രമായിട്ട് ആഡ് ചെയ്യുമ്പോൾ എല്ലാ ഡബിൾ ബോണ്ടിൻ്റെ അവിടെയും ബ്രേക്ക് ചെയ്തിട്ട് ക്ലോറിൻ കൂടെ കയറും. ബെൻസീൻ ഹെക്സാ ക്ലോറൈഡ് എന്ന് പറയുന്ന പ്രോഡക്റ്റ് കിട്ടും, BHC. അപ്പോൾ ഇതത്രയും ഒരുമിച്ച് പഠിക്കുക. അതിൽ ഏത് വേണോ ചോദിക്കും. ഞാനിവിടെ ഒരു എക്സാമ്പിൾ ഇവിടെ ക്വസ്റ്റ്യൻ മോഡലിൽ തന്നേ ഉള്ളൂ. ഈ കൺവേർഷൻ ബെൻസീൻ ടു ഏത് വെച്ച് വേണോ നിങ്ങൾക്ക് ചോദിക്കാം. ബെൻസീൻ ടു BHC, ബെൻസീൻ ഹെക്സാ ക്ലോറൈഡ്, അങ്ങനെയും ചോദിക്കാം. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ പഠിക്കുമ്പോൾ നമ്മളൊരു 6-7 ക്വസ്റ്റ്യൻ ഒരുമിച്ച് പഠിക്കുക. അപ്പോൾ ഇതത്രയുമാണ് അടുത്ത സെറ്റിൽ വരുന്നത്. അപ്പോൾ ഇത്രയും എല്ലാം പ്രീവിയസ് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, പലതവണ ചോദിച്ച് കണ്ടിട്ടുള്ളതാണ്, ഇതേ മോഡലിൽ ചോദിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഓർത്ത് വയ്ക്കുക. അപ്പോൾ നമ്മൾ 5 ക്വസ്റ്റ്യനായി. ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകും. ഓക്കെ, നമുക്ക് 6ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. 5 ക്വസ്റ്റ്യൻ നമ്മൾ കഴിഞ്ഞു. ഇനി 6ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. C3H7Br. അപ്പോൾ ഇവിടെ ഒരു മോളിക്കുലർ ഫോർമുലയാണ് തന്നിരിക്കുന്നത് അല്ലേ, C3H7Br. അത് കാണുമ്പോൾ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവണമെന്നില്ല. പക്ഷെ തൊട്ടടുത്ത് നമ്മൾ സോഡിയം മെറ്റലും ഈതർ മീഡിയവും. അപ്പോൾ സോഡിയം മെറ്റലും ഈതർ മീഡിയവും നമ്മളൊരു ഹാലോ ആൽക്കൈനാണ്, നമുക്ക് ഒറ്റ നോട്ടത്തിൽ കണ്ടാൽ അറിയാം. ഹാലോ ആൽക്കൈനുമായിട്ട് ചേർന്ന് വരുമ്പോൾ അത് ഏത് റിയാക്ഷൻ ആണെന്ന് നമുക്കറിയാം. അത് തന്നെ വുഡ്സ് റിയാക്ഷനാണ്. പക്ഷേ നമ്മൾ ഇതേ ക്വസ്റ്റ്യൻ നമ്മുടെ മോഡൽ എക്സാമിന് ഇപ്പോൾ ചോദിച്ചിരുന്നു. അവിടെ നമുക്ക് ചോദിച്ചത് C2H5Br എന്നാണ് മോഡൽ എക്സാമിന്. അതേപോലെ തന്നെ നമ്മുടെ എക്സാമിൻസിനൊക്കെ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് C2H5Br. അപ്പോൾ ഇവിടെ നമുക്ക് കാണുമ്പോൾ തന്നെ നമുക്കറിയാൻ സാധിക്കും ഹാലോ ആൽക്കൈനും സോഡിയം മെറ്റൽ അതേപോലെ തന്നെ ഈതർ മീഡിയത്തിൽ വരുമ്പോൾ ഇത് വുഡ്സ് റിയാക്ഷൻ ആണ് എന്ന് നമുക്കറിയാം. പക്ഷെ ഇതിൻ്റെ പ്രോഡക്റ്റ് എങ്ങനെ വരും, അതാണ് പ്രധാനം. പ്രോഡക്റ്റ് വരുമ്പോൾ നമ്മൾ ഓർക്കേണ്ട കാര്യം, ഇവിടുത്തെ എന്തായാലും ഈ ഹാലജൻ സോഡിയമായിട്ട് ചേർന്ന് 2NaBr സോഡിയം ഹാലൈഡായിട്ട് പുറത്തു പോകും. പക്ഷേ ബാക്കിയുള്ള സംഭവങ്ങൾ എങ്ങനെ പ്രോഡക്റ്റിലോട്ട് വരും? പ്രോഡക്റ്റിൽ ഇതിൽ തിയറിക്ക് ഒരു പ്രാധാന്യമുണ്ട്. നമുക്ക് എന്തായാലും ആൽക്കൈനെ കിട്ടും. വുഡ്സ് റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ ആൽക്കൈൻ്റെ പ്രിപ്പറേഷനാണ്, നോർമൽ ആയിട്ടുള്ള ആൽക്കൈൻ സിംഗിൾ ബോണ്ടുള്ള കോമ്പൗണ്ട്സിൻ്റെ പ്രിപ്പറേഷനാണ്. പക്ഷേ വുഡ്സിനകത്ത് തിയറിറ്റിക്കൽ ഒരു കൺസെപ്റ്റ് ഉണ്ട്. നമ്മൾ എടുക്കുന്നതിൻ്റെ ഇരട്ടി നമ്പറുള്ള, ഏത് റിയാക്ടൻ്റാണ് എടുക്കുന്നത് അതിൻ്റെ ഇരട്ടി നമ്പറുള്ള പ്രോഡക്റ്റ് ആയിരിക്കും കിട്ടുക. കാർബൺ ആറ്റം ഇരട്ടി നമ്പർ വേണം. അപ്പോൾ ഇവിടെ C3 എടുത്തെങ്കിൽ സ്വാഭാവികമായിട്ടും നമുക്ക് കിട്ടുന്ന ആൽക്കൈനിൽ എത്ര എണ്ണം കാണുമായിരിക്കും പറയൂ. ഇതിൻ്റെ ഇരട്ടി വരുമ്പോൾ C6 കാണും. എത്ര കാണും? C6. Hൻ്റെ ഇരട്ടി വരുമ്പോൾ അതെന്തായിട്ട് മാറും? 14 ആയിട്ട് മാറും. അപ്പോൾ എങ്ങനെ വരും പ്രോഡക്റ്റ്? C6H14. ഇതാണ് പ്രോഡക്റ്റ് വരുന്നത്, C6H14. അങ്ങനെ എഴുതുന്നതായിരിക്കും എളുപ്പം. അല്ലാതെ ഇതിനെ നമ്മൾ സ്ട്രെയിറ്റ് ചെയിൻ ആയിട്ട് എഴുതി കഴിഞ്ഞാൽ നമുക്ക് കൺഫ്യൂഷൻ വരും. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എഴുതുക, C6 വരുമ്പോൾ 6 കാർബൺ വരുന്ന ഹെക്സൈൻ ആയിട്ട് എഴുതുക. ഇതെങ്ങനെ എഴുതേണ്ടി വരും? CH3 CH2 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 CH3. ഇപ്പോൾ C6 വന്ന് 3 5 7 9 11 14 C6H14. അപ്പോൾ ഇങ്ങനെ എഴുതിയാലും മതി. ഇതും പിന്നെ 2 നമ്മുടെ സോഡിയം ബ്രോമൈഡും പുറത്തു പോകും. അപ്പോൾ ഇത് കണ്ട ഉടനെ വുഡ്സ് റിയാക്ഷൻ എന്ന് കണ്ടിട്ട് നിങ്ങൾ പ്രോഡക്റ്റ് എഴുതുമ്പോൾ ഒരു പ്രശ്നം പറ്റരുത്.
നമ്മൾ വുഡ്സ് റിയാക്ഷൻ പഠിക്കുന്നത് സിമ്പിൾ ആയിട്ടുള്ള 2CH3 വെച്ചിട്ടായിരിക്കും CH3Br. അപ്പോൾ ഇതിന്റെ പ്രോഡക്റ്റ് പല കുട്ടികളും കാണാതെ പഠിച്ചു വെച്ചിരിക്കും. CH3 സിംഗിൾ ബോണ്ട് CH3 ഈതേനെന്ന് പഠിച്ചു വെച്ചിരിക്കും. അപ്പോൾ വുഡ്സ് റിയാക്ഷൻ എന്ന് കണ്ട ഉടനെ ഇവർ എന്ത് ചെയ്യുന്നറിയോ, ഇവർ ഉടൻ കാണാതെ പഠിച്ച പ്രോഡക്റ്റായ CH3 സിംഗിൾ ബോണ്ട് CH3 ഈതേൻ എഴുതി വെക്കും. ആൻസർ തെറ്റായിരിക്കും, കിട്ടില്ല, ആൻസർ കിട്ടില്ല. കാരണം ഇവിടെ നമ്മൾ എടുത്തിരിക്കുന്ന പ്രൊപ്പൈൻ ആണ്, പ്രൊപ്പൈൻ്റെ ആണ് എടുത്തത്, ഹാലോ പ്രൊപ്പൈൻ ആണ്, ബ്രോമോ പ്രൊപ്പൈൻ ആണ് ഇവിടെ എടുത്തിരിക്കുന്നത്. അപ്പോൾ പ്രൊപ്പൈൻ എടുക്കുമ്പോൾ പ്രൊപ്പൈൻ്റെ ഇരട്ടി വരുന്നത് എത്രയാ? 6 വരുമ്പോൾ ഹെക്സൈൻ. അപ്പോൾ ഹെക്സൈനെ അവിടെ പ്രോഡക്റ്റ് കിട്ടും. നമ്മൾ ഇവിടെ എടുത്തത് അങ്ങനെ ഈതേൻ കിട്ടാൻ കാരണം ഇവിടെ സിംഗിൾ ഒറ്റ കാർബണേ ഉള്ളൂ, മീതേൻ ആണ്, ഹാലോ മീതേൻ ആണ് എടുത്തിരിക്കുന്നത്, ബ്രോമോ മീതേൻ. അതിൻ്റെ ഇരട്ടി വരുമ്പോൾ ഈതേൻ കിട്ടിയതാണ്. അപ്പോൾ ഓരോ ക്വസ്റ്റ്യൻ അനുസരിച്ച് വേണം നമ്മൾ ആൻസർ എഴുതേണ്ടത്. വുഡ്സ് റിയാക്ഷൻ നമുക്കറിയാം, കാണാതെ പഠിച്ച് വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. അതാണ് ഓർഗാനിക് കെമിസ്ട്രിയിൽ നമ്മൾ കാണാപ്പാടം പഠിച്ചു കഴിഞ്ഞാൽ പലപ്പോഴും ആൻസർ തെറ്റാം. ഇതുപോലുള്ള ആപ്ലിക്കേഷൻ ലെവലിലൊക്കെ മാറ്റി റിയാക്റ്റിൻ്റെ മാറ്റി ചോദിച്ചു കഴിഞ്ഞാൽ അതിനനുസരിച്ചുള്ള പ്രോഡക്റ്റ് വരണം. എത്രയാണോ നമ്മൾ എടുക്കുന്ന കാർബണിൻ്റെ എണ്ണം നോക്കുക, അതിൻ്റെ ഇരട്ടി നമ്പറുള്ള സിംഗിൾ ബോണ്ടുള്ള നോർമൽ ആൽക്കീൻ പ്രോഡക്റ്റ് ആയിട്ട് കിട്ടുമെന്ന് വുഡ്സ് റിയാക്ഷനിൽ ഓർത്ത് വയ്ക്കുക. അപ്പോൾ ഇത് നിങ്ങളൊന്ന് മനസ്സിലാക്കി പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏത് ക്വസ്റ്റിനും വുഡ്സുമായിട്ട് ബന്ധപ്പെട്ട് ഏത് റിയാക്ഷൻ എഴുതാം. ഇനി ക്വസ്റ്റ്യൻ വരുന്നു വുഡ്സ് റിയാക്ഷൻ, നെയിം റിയാക്ഷൻ, വുഡ്സ് റിയാക്ഷൻ മാത്രം എഴുതുക എന്ന് പറഞ്ഞു വന്നാൽ നമുക്ക് ഇഷ്ടമുള്ള എക്സാമ്പിൾ വെച്ച് എഴുതാം, കുഴപ്പമില്ല. അപ്പോൾ ഓക്കെ, ആ ക്വസ്റ്റ്യൻ കഴിഞ്ഞു. ഇനി 7ാമത്തെ ക്വസ്റ്റിലേക്ക് വരുന്നു. കൺവേർട്ട് ഈതൈൻ ടു ബെൻസീൻ. ഈതൈൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം CH ട്രിപ്പിൾ ബോണ്ട് CH. ഈതൈനെ ബെൻസീൻ ആക്കണമെങ്കിൽ ആ റിയാക്ഷൻ വളരെ ഫേമസ് ആയിട്ടുള്ളതാണ്. ബെൻസീൻ്റെ പ്രിപ്പറേഷനിൽ നമ്മൾ പഠിക്കും, ഈതൈൻ്റെ കെമിക്കൽ റിയാക്ഷനിൽ പഠിക്കും. കാരണം ബെൻസീൻ ഉണ്ടാക്കണമെങ്കിൽ ബെൻസീൻ്റെ പ്രിപ്പറേഷനിൽ പഠിക്കണം. അതേപോലെ ഈതൈനിൽ നിന്നാണ് ഉണ്ടാക്കുന്നത്, അപ്പോൾ ഈതൈൻ്റെ കെമിക്കൽ റിയാക്ഷനിലും പഠിക്കണം. അപ്പോൾ കൺവേർട്ട് ഈതൈൻ ടു ബെൻസീൻ, ഈതൈനെ ബെൻസീനാക്കി മാറ്റുക. അപ്പോൾ ഈതൈനെ ബെൻസീനാക്കി മാറ്റണ റിയാക്ഷൻ നിങ്ങൾ അത് മനസ്സിലാക്കി തന്നെ പഠിക്കണം. 3 ഈതൈൻ മോളിക്യൂൾ വേണം, എങ്കിൽ ബെൻസീനകത്ത് മൊത്തം 6 കാർബൺ ആറ്റം ഉണ്ട്. 3 ഈതൈൻ മോളിക്യൂൾ ആകുമ്പോൾ മൊത്തം 6 കാർബൺ അതിനകത്ത് വരും. അത് മാത്രം പോരാ, കണ്ടീഷൻ ഉണ്ട്, റെഡ് ഹോട്ട് അയൺ ട്യൂബ് 873 കെൽവിൻ. ഇത്രയും ചെയ്തിട്ട് ഇതിനെ സൈക്ലിക് പോളിമറൈസേഷൻ ചെയ്യണം. അപ്പോൾ സൈക്ലിക് പോളിമറൈസേഷൻ എന്ന് പറഞ്ഞായിരിക്കും നമ്മുടെ ടെക്സ്റ്റിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടാവുക. പക്ഷേ ക്വസ്റ്റ്യൻ ചോദിച്ചത് കണ്ടോ, കൺവേർട്ട് ഈതൈൻ ടു ബെൻസീൻ. അപ്പോൾ ഇതിനെ സൈക്ലിക് പോളിമറൈസേഷൻ ചെയ്യുമ്പോൾ അവസാനം പ്രോഡക്റ്റ് ആയിട്ട് നമുക്ക് ബെൻസീൻ കിട്ടും. ഇതാണ് റിയാക്ഷൻ, ഇതാണ് കൺവേർട്ട് ഈതൈൻ ടു ബെൻസീൻ. അപ്പോൾ റിയാക്ഷൻ അതാണെന്ന് നമ്മൾ മനസ്സിലാക്കി എടുക്കണം. എളുപ്പമാണ്, ഇതേ മോഡലിൽ തന്നെ ചോദിക്കാം, അല്ലെങ്കിൽ ഇതൊരു പകുതി എന്നിട്ട് ബാക്കി എഴുതാൻ ചോദിക്കാം. ഏത് രീതിയിൽ വേണോ ഈ ക്വസ്റ്റ്യൻ വരാം, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അടുത്ത ലാസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. CH3COONA CH3 കൂന സോഡിയം സാൾട്ട് ഓഫ് കാർബോക്സിലിക് ആസിഡ്. സോഡിയം സാൾട്ട് ഓഫ് കാർബോക്സിലിക് ആസിഡ്, കാർബോക്സിലിക് ആസിഡിൽ നിന്ന് എന്തൊക്കെയോ നമ്മൾ ആഡ് ചെയ്ത് എന്ത് പ്രോഡക്റ്റ് കിട്ടും? അപ്പോൾ കാർബോക്സിലിക് ആസിഡ് CH3COONA നമ്മൾ 2 സാഹചര്യങ്ങളിലേ പഠിക്കൂ, ഓർത്ത് വെച്ചോളാം. രണ്ടും ആൽക്കെയിൻ്റെ പ്രിപ്പറേഷനിലാണ്. ഫ്രം കാർബോക്സിലിക് ആസിഡ് എടുക്കുന്നതോ സോഡിയം സാൾട്ട് ഓഫ് കാർബോക്സിലിക് ആസിഡ് ആണ് എടുക്കുന്നത്. രണ്ടും ആൽക്കെയിൻ്റെ പ്രിപ്പറേഷനിലാണ്. രണ്ടും പ്രധാനപ്പെട്ട റിയാക്ഷൻ ആണ്. ഒന്ന് ഡീകാർബോക്സിലേഷൻ റിയാക്ഷൻ, രണ്ടാമത്തത് കോപ്സ് ഇലക്ട്രോളിസിസ്, കോപ്സ്. രണ്ടും നെയിം റിയാക്ഷനിൽ വരുന്നത് തന്നെയാണ്, രണ്ടും ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇതിൽ രണ്ടിലും ഏതാണ് ഇതെന്ന് ആദ്യം മനസ്സിലാക്കണം. അപ്പോൾ ഡീകാർബോക്സിലേഷൻ റിയാക്ഷൻ, ഡി വരുമ്പോൾ എലിമിനേഷൻ ആണ്, എലിമിനേഷൻ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. കാർബൺ ഡൈ ഓക്സൈഡ് എലിമിനേറ്റ് ചെയ്യുന്നതാണ്, നമ്മളെ സോഡിയം കാർബണേറ്റിൽ നിന്നാണ് കാർബൺ ഡൈ ഓക്സൈഡ് എലിമിനേറ്റ് ചെയ്ത് പോവുക. അപ്പോൾ ഡീകാർബോക്സിലേഷൻ റിയാക്ഷനിൽ ആഡ് ചെയ്യുന്നത് സോഡ ലൈം എന്ന് പറയുന്ന റിയേജന്റ് ആണ്. സോഡ ലൈം എന്ന് പറഞ്ഞാൽ സോഡിയം ഹൈഡ്രോക്സൈഡ് NaOH പ്ലസ് CaO, ഇത് രണ്ടും കൂടെ ചേർന്നതാണ് സോഡ ലൈം. അപ്പോൾ ഇവിടെ CaO ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്, ഹിന്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇത് സ്വാഭാവികമായിട്ടും ഏത് റിയാക്ഷൻ ആണ്? ഡീകാർബോക്സിലേഷൻ റിയാക്ഷൻ ആണ്. അപ്പോൾ ഇവിടെ ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ടെടുത്ത് നമുക്ക് ധൈര്യപൂർവ്വം എഴുതാം, സോഡ ലൈമിൽ ബാക്കി വരുന്ന സാധനം NaOH. ഇതിൽ എത്ര കാർബൺ ഉണ്ടോ നോക്കണം. അത്രയും കാർബൺ ഉള്ള ആൽക്കൈനാണ് അവിടെ കിട്ടുക. അത്രയും കാർബൺ ഉള്ള ആൽക്കൈനെ ഡീകാർബോക്സിലേഷൻ റിയാക്ഷനിൽ കിട്ടൂ. പക്ഷേ കോപ്സ് ഇലക്ട്രോളിസിസ് വരുമ്പോൾ ഓർക്കണം, എടുക്കുന്ന കാർബണിന്റെ ഇരട്ടി കിട്ടും. ഇപ്പം ഇവിടെ CH3COONA എടുത്താൽ അത് 2 മോളിക്യൂളായിട്ട് എടുക്കണം. കിട്ടുന്ന പ്രോഡക്റ്റിൽ ഈതൈനാണ് കിട്ടുക. ഈതൈൻ മറക്കരുത്. കോപ്സും ഡീകാർബോക്സിലേഷൻ തമ്മിൽ അങ്ങനെ ഒരു വ്യത്യാസമുണ്ട്. പ്രോഡക്റ്റ് വരുമ്പോൾ ട്വൈസ് ആവും കോപ്സിൽ, പക്ഷേ ഡീകാർബോക്സിലേഷനിൽ സെയിം എമൗണ്ട് തന്നെ കിട്ടും. അപ്പോൾ ഇവിടെ CH3 1 കാർബണേ ഉള്ളൂ. അപ്പോൾ ഇവിടെ കിട്ടുന്നത് സെയിം നമ്പർ തന്നെ ആയിരിക്കും, CH4 പ്ലസ് Na2CO3. ബാക്കി Na2CO3 ബൈ പ്രോഡക്റ്റ് ആയിട്ട് കിട്ടും. അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ കോപ്സ് കൂടെ പറഞ്ഞു. കോപ്സ് ഇലക്ട്രോളിസിസ് അടക്കം ഓർക്കണം, ഇരട്ടി നമ്പറാണ് കിട്ടുക. ഇപ്പോൾ നമ്മൾ CH3COONA എടുക്കുന്നു, അതിൽ 1 കാർബണേ ഉള്ളൂ, പക്ഷേ 2 മോളിക്യൂളായിട്ട് എടുക്കണം. അപ്പോൾ ആ 2 CH3 ചേർന്ന് ഈതൈനായിട്ടായിരിക്കും പ്രോഡക്റ്റ് കിട്ടുക. പ്രോഡക്റ്റ് കിട്ടുന്നത് ഈതൈനായിട്ട് നമുക്ക് പ്രോഡക്റ്റ് കിട്ടും. പ്രോഡക്റ്റ് കിട്ടുന്നത് നമുക്ക് എവിടെയായിരിക്കും? പ്രോഡക്റ്റ് കിട്ടുന്നത് നമുക്ക് ആനോഡിലായിരിക്കും പ്രോഡക്റ്റ് കിട്ടുക. ആനോഡിൽ
ഇലക്ട്രോളിസിസ് ആണല്ലോ. അപ്പോൾ ഇലക്ട്രിസിറ്റി കടത്തി വിട്ടുള്ള റിയാക്ഷനാണ്. CH3COO മൈനസ് Na+, രണ്ട് അയോൺസ് ആയിട്ട് മാറും. ഇതിൽ നെഗറ്റീവ് ചാർജുള്ള അയോൺ സ്വാഭാവികമായിട്ട് ആനോഡിലോട്ട് പോകും. ആനോഡിൽ പോയിട്ട് അത് ഈഥൈനായിട്ട് മാറും. അതാണ് കോപ്സ് ഇലക്ട്രോളിസിസ് വരുന്നത്. നമ്മളിപ്പോൾ ക്വസ്റ്റ്യൻ ഡീകാർബോക്സിലേഷൻ ആയിരുന്നു, അത് വന്നപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടതാണ് കോപ്സ് ഇലക്ട്രോളിസിസ്. അതുകൊണ്ട് ഞാൻ അതുകൂടെ പറഞ്ഞതേ ഉള്ളൂ. ഓക്കെ, ഇത്രയുമാണ് അടുത്ത സെറ്റിൽ വരുന്ന ക്വസ്റ്റ്യൻസ്. ഇപ്പോൾ 8 ക്വസ്റ്റ്യൻ നമ്മളിവിടെ ആയിട്ടുണ്ട്. ഇനി അടുത്ത് നമുക്ക് 9ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഓക്കെ, അടുത്ത നമ്മൾ നേരത്തെ മെൻഷൻ ചെയ്ത പോലെ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണ്. കൺവേർട്ട് ഈത്തീൻ ടു ഫോർമാൽഡിഹൈഡ്. ഫോർമാൽഡിഹൈഡ് കാർബണൈൽ കോമ്പൗണ്ട് ആണ്. ആൽഡിഹൈഡ് CHO ഫങ്ഷണൽ ഗ്രൂപ്പ് വരുന്ന ആൽഡിഹൈഡ്, അതുപോലെ തന്നെ കീറ്റോൺ CO ഫങ്ഷണൽ ഗ്രൂപ്പ് വരുന്ന കീറ്റോൺ, ഇതൊക്കെ കാർബണൈൽ കോമ്പൗണ്ട്സ് ആണ്. അപ്പോൾ അതിലേക്ക് ആൽക്കീനെ കൺവേർട്ട് ചെയ്യുക. ആൽക്കീൻ ആണല്ലോ ഈതീൻ എന്ന് പറയുന്നത്, ഡബിൾ ബോണ്ടുള്ള കോമ്പൗണ്ട്. അപ്പോൾ ആൽഡിഹൈഡും കീറ്റോണും ഉണ്ടാവുന്ന ഒരേ ഒരു റിയാക്ഷൻ നമ്മൾ പഠിക്കുന്നുള്ളൂ. അതും ഇവിടെ ഈതീനാവുമ്പോൾ ഈതീനെ അതിലേക്ക് കൺവേർട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇത് ആൽക്കീൻ്റെ കെമിക്കൽ റിയാക്ഷനിൽ വരുന്നതാണ്. ആൽക്കീൻ്റെ കെമിക്കൽ റിയാക്ഷനിൽ വളരെ പ്രധാനപ്പെട്ട ഒരു റിയാക്ഷനാണിത്. ആൽഡിഹൈഡ് കീറ്റോണിലേക്ക് നമ്മൾ അതിനെ കൺവേർട്ട് ചെയ്യുന്ന റിയാക്ഷൻ ഓസോണോളിസിസ്. ഓസോണോളിസിസ് റിയാക്ഷനാണിത്. ചിലപ്പോൾ ഓസോണോളിസിസ് എന്ന് തന്നെ പറഞ്ഞു ചോദിക്കും. ഓസോൺ ആഡ് ചെയ്യുന്ന റിയാക്ഷൻ എന്ന് പറഞ്ഞ് ചോദിക്കും. അങ്ങനെ എല്ലാം ചോദിച്ചാൽ ഇതാ തന്നെയാണ് റിയാക്ഷൻ ആയിട്ട്. ഇത് അല്പം കൂടെ കോംപ്ലിക്കേറ്റഡ് ആയിട്ട് ഈത്തീൻ ടു ഫോർമാൽഡിഹൈഡ് എന്നൊക്കെ പറഞ്ഞു ചോദിച്ചാൽ പെട്ടെന്ന് നമുക്ക് പിടികിട്ടാൻ സാധ്യതയില്ല. അപ്പോൾ അത് ഒരേ ഒരു റിയാക്ഷനിൽ മാത്രമേ ആൽഡിഹൈഡ് കീറ്റോണിൻ്റെ പ്രിപ്പറേഷനിലൊക്കെ വരുന്നുള്ളൂ. ഓർത്തോളണം, അതാണ് ഓസോണോളിസിസ്. അപ്പോൾ അതിൻ്റെ റിയാക്ഷൻ നമുക്ക് നോക്കാം. ഈതീൻ എഴുതുന്നു CH2 ഡബിൾ ബോണ്ട് CH2. ഇതൊരു പ്രത്യേക റിയാക്ഷനിലാണ് നമ്മൾ പഠിക്കുക. O3 ഓസോൺ ആഡ് ചെയ്തു. ഓസോൺ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഈ വീട് ഉണ്ടാക്കുന്നത് പോലത്തെ ഒരു റിയാക്ഷനാണ്. നമ്മളെ വീട് കുഞ്ഞുനാളിലൊക്കെ വീട് വരച്ച് പഠിച്ചില്ല, അതുപോലെയാണ് നമ്മളിത് കൺസ്ട്രക്ട് ചെയ്യുക. നോക്കാം. അപ്പോൾ ഈ ഓക്സിജൻ, ഓസോണിന് 3 ഓക്സിജൻ ഉണ്ട്. 3 ഓക്സിജൻ ഈ വീടിൻ്റെ 3 എൻ പോയിന്റുകൾ അറ്റത്തായിട്ട് നമ്മൾ വയ്ക്കുന്നു. ഇതാ വീട് ഉണ്ടാക്കുകയാണ്. എല്ലാവരും നോക്കിക്കോ, വീട് ഉണ്ടാക്കുക. വീടിൻ്റെ സൺഷെയ്ഡ് കൂടെ നമ്മൾ പൊളിച്ചിടുകയാണ്. എന്നിട്ട് നമ്മൾ 3 ഓക്സിജൻ ഏതാ ഇവിടെ ഒരറ്റത്ത്, രണ്ടറ്റത്ത് ഓരോ ഓക്സിജനായി, മുകളിലറ്റത്തൂടെ ഒരു ഓക്സിജനായി. കണ്ടോ, 3 ഓക്സിജനെ നമ്മൾ വീടിൻ്റെ 3 അറ്റത്തായിട്ട് വെച്ചു. ഇനി നമ്മൾ അടുത്ത സൺഷെയ്ഡിലോട്ട് പോവുകയാണ്. ഇവിടെ നോക്ക്, ഇവിടെ CH2 ഡബിൾ ബോണ്ട് CH2. അപ്പോൾ ഈ ഡബിൾ ബോണ്ട് വരുന്നില്ല, അൺസാച്ചുറേറ്റഡ് ആയിട്ട് വരുന്നില്ല. ഡബിൾ ബോണ്ടിൻ്റെ അവിടെ വെച്ച് നമ്മളിത് ബ്രേക്ക് ചെയ്യുമ്പോൾ 2 CH2 രണ്ട് സൈഡിലായിട്ട് വരും. അതിൽ ഒരു CH2 ലെഫ്റ്റ് സൈഡിലും മറ്റേ CH2 റൈറ്റ് സൈഡിലുമായിട്ട് ഇടും. ഇനി ഇത് ഞാൻ ഒരു കാര്യം കൂടെ പറയാം. പ്രൊപ്പീനാണ് എടുക്കുന്നത് വിചാരിച്ചോ, CH3 ഡബിൾ ബോണ്ട് CH2 ആണെന്ന് വിചാരിച്ചോ. അപ്പോൾ ആ റിയാക്ഷൻ കൊണ്ട് ഇതിൻ്റെ കൂടെ പറയാണ്. അതാണെങ്കിലും ഈ ഡബിൾ ബോണ്ട് വെച്ച് ബ്രേക്ക് ചെയ്യുമ്പോൾ ലെഫ്റ്റ് സൈഡിൽ എന്ത് വരും? CH3CH വരും. റൈറ്റ് സൈഡിൽ എന്ത് വരും? CH2 വരും. റൈറ്റ് സൈഡിലായിട്ട് CH2 വരും. ഓർത്തോണേ. അപ്പോൾ ഇവിടെ നമ്മൾ സെൻട്രൽ റീജിയനിൽ വെച്ചല്ല ബ്രേക്ക് ചെയ്യുന്നത്. എവിടെയാണോ ഡബിൾ ബോണ്ട് വരുന്നത് അവിടെ വെച്ച് ബ്രേക്ക് ചെയ്തിട്ടാണ് 2 സൺഷെയ്ഡിലായിട്ട് നമ്മൾ കൊടുത്തത്. ഓക്കെ, ഇത്രയായി. അപ്പോൾ അതായിരുന്നെങ്കിൽ ഇവിടെ CH3CH ഇവിടെ വരുമായിരുന്നു. പ്രൊപ്പീൻ ആയിരുന്നെങ്കിൽ വല സൈഡിലുള്ള CH2 അവിടെ വരും. ഓക്കെ, ക്ലിയർ ആയല്ലോ. ശരി, ഇനി ബാക്കി നോക്കാം. ഇനി നമ്മൾ ഈ വീടിനെ പൊളിക്കാൻ പോവാണ്. പൊളിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സിങ്കും വാട്ടറുമാണ് ഇട്ട് കൊടുക്കുക. സിങ്കും വാട്ടറും, H2Oയും സിങ്കും. ഇത് പഠിച്ചു വയ്ക്കണം. ഓസോണോളിസിസിലെ ഈ കിട്ടിയ ബൈ പ്രോഡക്റ്റിന് ഓസോണൈഡ് എന്നാണ് പറയുക. ഓസോണൈഡ് ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വാട്ടർ ഉപയോഗിച്ചിട്ട് സിങ്ക് കാറ്റലിസ്റ്റിൻ്റെ സഹായത്തോടെ വീടിനെ പൊളിക്കാൻ പോവുകയാണ്. പൊളിക്കുമ്പോൾ ഇത് ഇങ്ങനെയാണ് പൊട്ടുക. വീട് നോക്കിയോ, വീട് പൊട്ടുന്നത് ഇങ്ങനെയാണ്. ഇത് ഇങ്ങനെ പൊട്ടുന്നു. സെൻട്രൽ അതിങ്ങനെ 2 പാർട്ടായിട്ട് അങ്ങ് പൊട്ടും. പൊട്ടിക്കഴിഞ്ഞാൽ 2 പാർട്ട് നിങ്ങൾ നോക്കിയോ. ഒരു പാർട്ടിലുള്ള CH2O, അടുത്ത പാർട്ടിലും CH2O എന്ന് പറയുന്നൊരു കോമ്പൗണ്ട് ഇല്ല. അപ്പോൾ ഇതിനെ നമ്മൾ അല്പം ഒന്ന് റീഅറേഞ്ച് ചെയ്യും. HCHO, CH2 ഒരു Hന് ആദ്യം എഴുതുന്നു, HCH പിന്നെ ബാക്കി O. അതേപോലെ തന്നെ അടുത്തതും HCHO, 2 HCHO കിട്ടും. ഇതാണ് ഫോർമാൽഡിഹൈഡ്. അപ്പോൾ നോക്കിയോ, 2HCHO കിട്ടി. 2 ഫോർമാൽഡിഹൈഡ് കിട്ടി. ഇനി നേരത്തെ ഉണ്ടായ പ്രൊപ്പീൻ ആയിരുന്നെങ്കിലോ, ഇവിടെ ഒരു ഓഗാണ് വരുന്നത്. നേരത്തെ പൊട്ട് ബ്രേക്ക് ചെയ്യുമ്പോൾ ഒരു ഓഗാണ് വരുന്നത്, ഇവിടെയും ഒരു ഓഗാണ് വരുന്നു. അപ്പോൾ ഇത് രണ്ടും കൂടെ ചേരുമ്പോൾ ഇവിടെ വരുമ്പോൾ CH3CHO അസറ്റാൽഡിഹൈഡ് കിട്ടുമായിരുന്നു, അല്ലെങ്കിൽ എത്തനാൽഡിഹൈഡ് കിട്ടുമായിരുന്നു. മറ്റേല് CH2O കിട്ടും, HCHO കിട്ടും. അത് പ്രൊപ്പീൻ ആണെങ്കിൽ. നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈതീനാണ് കൺവേർഷൻ ക്വസ്റ്റ്യൻ. അതാണ് രണ്ടും കൂടെ ഒരുമിച്ച് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ നമുക്ക് 2 ഫോർമാൽഡിഹൈഡ് കിട്ടി. ബാക്കി ഒരു ഓക്സിജൻ ബാക്കിയുണ്ട്. ആ ഓക്സിജനും നമ്മുടെ വാട്ടറും കൂടെ ചേർന്ന് H2O2. അപ്പോൾ ഇതാ നമ്മളെ ഫോർമാൽഡിഹൈഡ് കിട്ടി. എളുപ്പത്തിൽ പഠിച്ചു. ഇതാണ് നമ്മുടെ ഓസോണോളിസിസ് എന്ന് പറയുന്ന റിയാക്ഷൻ. വളരെ എളുപ്പത്തിൽ നമുക്ക് പഠിക്കാൻ പറ്റും. ഓക്കെ, ഇനി ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഇവിടെ നമുക്ക് ഓക്സിഡേഷൻ ഓഫ് ആൽക്കീൻ. ഇതും പ്രീവിയസ് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, പ്രധാനമാണ്. ആൽക്കീൻ്റെ ഓക്സിഡേഷൻ. അപ്പോൾ ആൽക്കീൻ്റെ ഓക്സിഡേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ
ആൽക്കീൻ എഴുതുന്നു, ഈഥീൻ തന്നെ എഴുതാം, CH2 ഡബിൾ ബോണ്ട് CH2. ഓക്സിഡേഷൻ ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മൾ ഓക്സിഡൈസിങ് ഏജന്റ് ചേർത്തിട്ട് റിയാക്ട് ചെയ്യുന്നതാണ് ഓക്സിഡേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഓക്സിഡൈസിങ് ഏജന്റ് നമ്മൾ എടുക്കുക, ഏറ്റവും നല്ല ഓക്സിഡൈസിങ് ഏജന്റ് ഡയലൂട്ട് KMnO4, പൊട്ടാസ്യം പെർമാംഗനേറ്റ് എടുത്തു. ഇപ്പോൾ ഡയലൂട്ടാണ്, വാട്ടർ ഉണ്ട്, അപ്പോൾ ഇതിൻ്റെ കൂടെ വാട്ടർ ചേരും, H2O, വാട്ടർ കൂടെ റിയേജന്റ് ആയിട്ട് ചേരും. പിന്നെ ഓക്സിഡേഷൻ ചെയ്യുമ്പോൾ നമ്മൾ എപ്പോഴും ഒറ്റയ്ക്ക് ഓക്സിജൻ നേസന്റ് ഓക്സിജൻ എന്ന് പറയും. എന്താ പറയും? നേസന്റ് ഓക്സിജൻ, സ്ക്വയർ ബ്രാക്കറ്റ് ഇട്ട് എഴുതുന്നത് നേസന്റ് ഓക്സിജൻ ഇതിൻ്റെ കൂടെ ആടാം. അപ്പോൾ കിട്ടുന്ന പ്രോഡക്റ്റ് നോക്കിക്കോ, ഞാനതിനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതി കാണിച്ചു. യഥാർത്ഥത്തിൽ മെക്കാനിസത്തിലല്ല പഠിപ്പിക്കുന്നത്, ഞാനിത് എഴുതാൻ എളുപ്പത്തിൽ പഠിപ്പിക്കുകയാണ്. ഈ വാട്ടറിൽ നിന്ന് Hഉം OHഉം വരും, ഇവിടെ ഒരു O ഉണ്ട്, ഈ Oയും Hഉം കൂടെ ചേരുമ്പോൾ 2 OH ആയിട്ട് മാറും. കണ്ടോ, ഇവിടെ ഓൾറെഡി ഒരു OH ഉണ്ട്, ഈ Hഉം ഈ Oയും കൂടെ ചേരുമ്പോൾ OH ആയിട്ട് മാറും. ഈ 2 OHഉം 2 CH2 ആയിട്ട് വരും. അപ്പോൾ എങ്ങനെ വരും? CH2 താഴെ OH, അപ്പോൾ ഡബിൾ ബോണ്ട് സ്വാഭാവികമായിട്ട് ബ്രേക്കായി സിംഗിൾ ബോണ്ട് ആവും, CH2OH. ഇതാണ് പ്രോഡക്റ്റ്. എളുപ്പത്തിൽ പഠിച്ചില്ലേ? കണ്ടോ, ഇങ്ങനെയാണ് സ്പ്ലിറ്റ് ചെയ്ത് കയറുന്നത്. അപ്പോൾ നമ്മൾ എളുപ്പത്തിൽ എഴുതാൻ പറ്റും. ഇതിനെ പറയുന്ന ഒരു ഗ്ലൈക്കോൾ എന്നാണ്. ഗ്ലൈക്കോൾ IUPAC നെയിമിംഗ് ഉണ്ട്, എങ്കിലും നമ്മളിത് പഠിക്കുക ഗ്ലൈക്കോൾ, എത്തിലീൻ ഗ്ലൈക്കോൾ എന്ന് പറയും. ഗ്ലൈക്കോൾ IUPAC നെയിമിംഗിൽ എഴുതി കഴിഞ്ഞാൽ ഈഥെയ്ൻ 1,2 ഡയോൾ എന്ന് കിട്ടും. ഈഥെയ്ൻ 1,2 ഡയോൾ. ഇത് ഈ ഒരു റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ ഈ ഡൈല്യൂട്ട് KMnO4 ഒരു പിങ്ക് കളറാണുള്ളത്, ഡാർക്ക് പിങ്ക് കളറാണുള്ളത്, ഒരു വയലറ്റ് പിങ്ക് കളർ ഉണ്ട്. ഈ കളറ് ഈ ആൽക്കീനകത്ത് ഇട്ട് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഡബിൾ ബോണ്ടുള്ള അൺസാച്ചുറേറ്റഡ് കോമ്പൗണ്ടിനകത്ത് ഇട്ട് കഴിഞ്ഞാൽ ആ കളർ അങ്ങ് ഡിസപ്പിയർ ആവും. അപ്പോൾ ഡിസപ്പിയർ ആകുമ്പോൾ എന്താണ്? ഇത് ആൽക്കീൻസിൻ്റെ ഐഡന്റിഫിക്കേഷൻ ടെസ്റ്റ് ആയിട്ട് കൂടെ ഉപയോഗിക്കും. അപ്പോൾ അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കൂടെ ഇതിനകത്ത് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൂടെ നിങ്ങൾ പഠിച്ചോണം. ഇത്രയും വെറൈറ്റി ക്വസ്റ്റ്യൻസ് നമ്മളിപ്പോൾ ഒരു 10ഓളം വെറൈറ്റി ക്വസ്റ്റ്യൻസ് ചെയ്തു. അപ്പോൾ ഇതിൽ നിന്ന് ഹൈഡ്രോ കാർബൺസ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ ഏത് രീതിയിലാണ് ക്വസ്റ്റ്യൻ വരിക എന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണും. ഇതിനകത്ത് കുറച്ച് തിയറി പാർട്ട് കൂടെ ഉണ്ട്. ആ ഒരു നമ്മുടെ കൺഫർമേഷൻ എന്ന് പറയുന്ന ഒരു പോർഷൻ എല്ലാ തവണയും പരീക്ഷയ്ക്ക് വരുന്നതാണ്, അതുകൂടെ പഠിക്കണം. അതിൻ്റെ ക്വസ്റ്റ്യൻസ് ഇതുപോലെ ആപ്ലിക്കേഷൻ ലെവൽ അല്ലാത്തതുകൊണ്ട് ഞാൻ എഴുതിയില്ല എന്നേ ഉള്ളൂ. അതിൻ്റെ 2 റെപ്രസെൻറ്റേഷൻ രീതികളുണ്ടല്ലോ, നമ്മുടെ സോഹോഴ്സ് പ്രൊജക്ഷനും ന്യൂമാൻസ് റെപ്രസെൻറ്റേഷൻ. ആ 2 റെപ്രസെൻറ്റേഷൻ രീതിയുടെ പടം കൂടെ നന്നായിട്ട് വരച്ച് പഠിക്കുക. ചെറിയ വ്യത്യാസം ഉണ്ടായാൽ തന്നെ അത് പടം തെറ്റുപറ്റും. അതുകൊണ്ട് ആ പടം കൂടെ നിങ്ങൾ കറക്റ്റായിട്ട് പഠിച്ചു വയ്ക്കുക, ഫിഗർ വരയ്ക്കുന്നത് എങ്ങനെയാണെന്ന്. അതിൻ്റെ തിയറി പാർട്ട് കൂടെ പഠിക്കുക. അപ്പോൾ ക്വസ്റ്റ്യൻസ് ഈ രീതിയിൽ ഏകദേശം പ്രധാനപ്പെട്ട മിക്ക ക്വസ്റ്റ്യൻ നമ്മൾ ഡിസ്കസ് ചെയ്തു. അതിൽ നിന്ന് വൈഡായിട്ട് ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ പഠിച്ചു. അപ്പോൾ ഈ രീതിയിൽ ഹൈഡ്രോ കാർബൺസ് ഒന്ന് വർക്കൗട്ട് ചെയ്ത് പഠിക്കുക. ഈ രീതിയിലൊക്കെ ആയിരിക്കും ക്വസ്റ്റ്യൻ വരിക. അപ്പോൾ ക്വസ്റ്റ്യൻ കണ്ട് നിങ്ങൾ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല, ഏത് രീതിയിൽ വന്നാലും നമുക്ക് എഴുതാൻ പറ്റുന്നതാണ്. അപ്പോൾ ഈ രീതിയിൽ നന്നായിട്ട് പഠിക്കുക. അപ്പോൾ നിങ്ങൾക്ക് വളരെ ഡിഫിക്കൽട്ടായിട്ടുള്ള, മനസ്സിലാക്കാൻ പാടുള്ളൊരു പോർഷനാണ് ഹൈഡ്രോ കാർബൺസ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ പലരും ആവശ്യപ്പെട്ടിരുന്നു. അതുകൊണ്ട് ഇത് വളരെ ഈസി ആയിട്ട് പഠിക്കേണ്ട രീതിയിൽ ഇപ്പോൾ നിങ്ങൾ മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ അടുത്ത ഒരു പോർഷനുമായിട്ട് ഞാൻ വരും. അപ്പോൾ അതുവരേക്കും ഓക്കെ, ബൈ.